ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എല്ലാ മാന്യ പ്രേക്ഷകർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. തിരുവചന പുലരി എന്ന ധ്യാന ചിന്തയിലേക്ക് നാം പ്രവേശിക്കുകയാണ്. നാം ഇത് ശ്രവിക്കുന്നതിലൂടെ ദൈവവചനം കേൾക്കുകയും അതിലൂടെ നമ്മുടെ ആത്മീയ ഉണർവ് ഉണ്ടാകുന്നതിനും ഇത് കാരണമായിട്ട് തീരട്ടെ. ജനുവരി മാസത്തിൻ്റെ ഈ 3-ാം തീയതി നല്ല പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ദൈവത്തിൻ്റെ അനുഗ്രഹവും നേരുന്നു. നല്ലൊരു ദിവസം ദൈവം നിങ്ങൾക്ക് നൽകട്ടെ. രചിക്കുവാൻ വകയില്ലാത്ത സന്തുഷ്ടവും അനുഗ്രഹീതവുമായ ഒരവസ്ഥയിലാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. നമുക്കറിയാം, ദൈവം തൻ്റെ സാദൃശ്യത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. ആത്മാവുള്ളവനായി, അസ്തിത്വമുള്ളവനായി, മനസാക്ഷിയുള്ളവനായി, സ്വയാബോധമുള്ളവനായി, സ്വയനിർണയശേഷിയുള്ളവനായിട്ടൊക്കെയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. അങ്ങനെ സൃഷ്ടിച്ചതായിരിക്കുന്ന മനുഷ്യനെ ദൈവം മനോഹരമായിരിക്കുന്നൊരു തോട്ടത്തിൽ കൊണ്ടാക്കി. അക്കാര്യം നാം ഇന്നലെ ധ്യാനിച്ചല്ലോ. അവിടെ കൊണ്ടാക്കിയിട്ട് മനുഷ്യനോട് ആ തോട്ടത്തിൽ വേല ചെയ്യുവാനും തോട്ടത്തെ കാക്കുവാനും തക്കവണ്ണം ദൈവം പറഞ്ഞു. എന്നാൽ ദൈവം അവനോടൊരു കാര്യം പറഞ്ഞിരുന്നു, ഈ തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെയും ഫലം നിനക്ക് തിന്നാം, പക്ഷേ നന്മ തിന്മകളുടെ അറിവിൻ്റെ വൃക്ഷഫലം നീ തിന്നരുത് എന്ന് പറഞ്ഞപ്പോൾ മനുഷ്യൻ്റെ സ്വഭാവമാണ് എന്തെങ്കിലും കാര്യം വിലക്കിയാൽ അത് തന്നെ ചെയ്യാനുള്ളതായിരിക്കുന്ന ഒരു പ്രവണതയുണ്ട്. പാപമില്ലാതിരുന്ന കാലത്ത് അങ്ങനെ ഒരു പ്രവണത ഉണ്ടായിരുന്നില്ല. എന്നാലും ജിജ്ഞാസ ഉണ്ടായിരുന്നിരിക്കണം, എന്തുകൊണ്ടാണ് ദൈവം ഈ പഴം വിലക്കിയത് എന്നവൻ ചിന്തിച്ച് കാണും. ഒരുപക്ഷേ അതിനവൻ പല കാരണങ്ങൾ കണ്ടെത്തി കാണും. അതെന്തു തന്നെ ആയാലും ശരി, തിന്നരുത് എന്ന് ദൈവം പറഞ്ഞപ്പോൾ ദൈവം പറഞ്ഞത് വിശ്വസിച്ച് തിന്നാതിരിക്കുകയാണ് വേണ്ടത്. തിന്നുന്ന നാളിൽ നീ മരിക്കും എന്നുകൂടെ ദൈവം പറഞ്ഞപ്പോൾ തിന്നാലുള്ള ദോഷം എന്താണ് എന്ന് അവനോട് പറഞ്ഞു. പക്ഷേ മരണമെന്ന് പറഞ്ഞാൽ എന്താണെന്ന് അവന് അനുഭവം കൊണ്ട് അറിയാമായിരുന്നില്ല. പരിചയമുള്ള ആരോടും ചോദിച്ച് മനസ്സിലാക്കുവാൻ കഴിയുമായിരുന്നില്ല. ഏതെങ്കിലും ഡിക്ഷണറി എടുത്ത് നോക്കി മരണത്തിൻ്റെ നിർവചനം മനസ്സിലാക്കുവാനും കഴിയുമായിരുന്നില്ല. അതുകൊണ്ട് തീർച്ചയായും മനുഷ്യൻ്റെ മനസ്സിൽ പല ചോദ്യങ്ങളുണ്ടായിരുന്നു. അങ്ങനെ ആ ചോദ്യങ്ങളുമായിട്ട് ഇരിക്കുമ്പോഴാണ് മനുഷ്യന് ആ പഴം കാണുമ്പോഴൊക്കെ ചിന്തിച്ച് കാണും, നല്ലൊരു പഴം, കണ്ടാൽ കൊള്ളാവുന്നൊരു പഴം, തിന്നാൻ കൊള്ളാമെന്ന് പ്രഥമദൃഷ്ട്യാ തന്നെ തോന്നുന്ന ഒരു പഴം, ഈ പഴം പറിച്ചു തിന്നാൽ മരിക്കുമെന്ന് ദൈവം എങ്ങനെയാണ് പറഞ്ഞത്? ആ ചിന്തകളോടുകൂടി ഒരുപക്ഷെ അവൻ കഴിയുമ്പോഴാണ് സാത്താൻ തോട്ടത്തിലേക്ക് പാമ്പിൻ്റെ വേഷത്തിൽ വരുന്നത്. ആ പാമ്പുമായുള്ള സംഭാഷണത്തിൽ പറഞ്ഞ ഒരു കാര്യം, നീ ഈ തോട്ടത്തിലെ നന്മതിന്മകളുടെ വൃക്ഷത്തിൻ്റെ ഫലം നീ തിന്നാൽ ദൈവം പറഞ്ഞതുപോലെ നീ മരിക്കയില്ല, നിശ്ചയമാണ്. അതിനു പകരം നീ ദൈവത്തെ പോലെ ആയിത്തീരും. നന്മയും തിന്മയും എന്താണ് എന്ന് സ്വയം അറിയുവാൻ കഴിവുള്ളവനായി നീ ദൈവത്തെ പോലെ ആയിത്തീരും എന്ന് പറഞ്ഞു. സ്വയം അറിയുവാനൊന്നും സാത്താൻ പറഞ്ഞില്ല, പക്ഷേ നീ ദൈവത്തെ പോലെയാകും, നന്മതിന്മകൾ തിരിച്ചറിയുവാൻ തക്കവണ്ണം കഴിവുള്ളവനായിട്ട് നീ തീരുമെന്ന് പറഞ്ഞു. അപ്പോൾ സാത്താൻ അത് പറഞ്ഞപ്പോൾ ആദമിനും ഹവ്വയ്ക്കും ഒരുപക്ഷെ അവരുടെ മനസ്സിലുണ്ടായിരുന്ന ജിജ്ഞാസയ്ക്ക് ഒരു അതിര് വന്നു, ഒരു അന്തം വന്നു, അല്ലെങ്കിൽ ഒരു ഉത്തരം കിട്ടി എന്ന് നമുക്ക് മനസ്സിലാക്കാം. കാരണം എപ്പോഴും അവർ ചിന്തിച്ചു, ഇത്ര നല്ല പഴം തിന്നാൽ ചാകുമെന്നോ? അതെന്തുകൊണ്ട്? പക്ഷേ ഇപ്പോൾ സാത്താൻ എന്ത് പറഞ്ഞു? തിന്നാൽ ചാകുകയില്ല, ദൈവത്തെ പോലെ ആയിത്തീരുമെന്ന്. അതുകൊണ്ട് ആ പഴം പറിച്ചു തിന്നു. പറിച്ചു തിന്ന ശേഷം അവർക്കൊരു കാര്യം മനസ്സിലായി, ദൈവം പറഞ്ഞതാണ് ശരിയെന്ന്. പക്ഷേ ദൈവം ആ സമയത്ത് അവരെക്കുറിച്ച് പറഞ്ഞൊരു പ്രസ്താവനയുണ്ട്, ഇപ്പോൾ മനുഷ്യൻ നമ്മിൽ ഒരുവരെ പോലെ നന്മയും തിന്മയും അറിയുവാൻ തക്കവണ്ണം കഴിവുള്ളവനായിട്ട് തീർന്നു. എന്താണ് ദൈവം ഉദ്ദേശിച്ചത്? ദൈവത്തിൻ്റെ അറിവിനാധാരം ദൈവം തന്നെയാണ്. ദൈവം മറ്റാരിൽ നിന്നും ആലോചന ചോദിച്ചല്ല കാര്യങ്ങൾ അറിയുന്നത്. ദൈവം കാര്യങ്ങൾ നിശ്ചയിക്കുന്ന സ്വയമാണ്. ഇപ്പം മനുഷ്യൻ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? പഴം പറിച്ചു തിന്നാൽ മരിക്കും എന്ന് ദൈവം പറഞ്ഞത് വിശ്വസിച്ച് ജീവിക്കേണ്ട മനുഷ്യൻ ഇപ്പോൾ അനുഭവം കൊണ്ട് മരിക്കുമെന്നറിയുന്നവനായിട്ട് തീർന്നു. അപ്പോൾ അറിവിനാധാരം മനുഷ്യൻ തന്നെയാണ്. മനുഷ്യൻ ദൈവത്തിന് മാത്രമേ ഈ സ്വയാസ്തിത്വമുള്ള അറിവ് ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ മനുഷ്യൻ തന്നെ അറിയുവാനായിട്ടിടയായി. ദൈവം പറഞ്ഞു, അങ്ങനെ ഇനി മനുഷ്യനെ ആ തോട്ടത്തിൽ നമുക്ക് അനുവദിക്കുവാൻ കഴിയുകയില്ല. അതൊക്കെ നമ്മുടെ തോട്ടമാണ്. നമ്മുടെ തോട്ടത്തിൽ നമ്മിൽ വിശ്വാസത്താൽ ജീവിക്കുന്നവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. ദൈവം മനുഷ്യനെ ആ തോട്ടത്തിൽ നിന്ന് നിഷ്കാസനം ചെയ്യുകയാണ് ചെയ്തത്. മനുഷ്യനെ ഉള്ള ഒരു അടിസ്ഥാന പ്രശ്നം എന്നും അതാണ്. എന്താണ്? മനുഷ്യന് സ്വയം കാര്യങ്ങൾ ശരി തെറ്റ് ഏത് എന്ന് നിശ്ചയിക്കണം. ദൈവം പറയുന്നത് കേട്ട് ജീവിക്കുവാൻ മനുഷ്യന് താല്പര്യമില്ല. എന്നാൽ ദൈവം എന്നും മനുഷ്യനെക്കുറിച്ച് ആഗ്രഹിക്കുന്ന എന്താണ്? എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്നാണ്. വചനത്തിൽ ഏറെ പ്രാവശ്യം പറഞ്ഞിട്ടുള്ള ഒരു വാക്യമാണത്.
എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ദൈവം നീതിമാനായി സൃഷ്ടിച്ചതായിരിക്കുന്ന ആദവുമാർ വിശ്വാസത്താലായിരുന്നു ജീവിക്കേണ്ടത്. പഴം പറിച്ചു തിന്നാൽ മരിക്കുമെന്ന് ദൈവം പറഞ്ഞു. അതെ, ദൈവം പറഞ്ഞതാണ് ശരിയെന്ന് പറഞ്ഞാണ് അവർ ജീവിക്കേണ്ടിയിരുന്നത്. പക്ഷേ ദൈവം പറഞ്ഞത് തെറ്റാണ്, സാത്താൻ പറഞ്ഞതാണ് ശരി എന്ന് മനസ്സിലാക്കുകയും അതിൻ്റെ ഫലമായിട്ട് അവർ ദൈവത്തോട് മത്സരിച്ച് പഴം പറിച്ചു തിന്ന് അവരെ മരിക്കുകയും ചെയ്തു. ഇത് വളരെ സങ്കടകരമായിരിക്കുന്നൊരു കാര്യമാണ്. ഇന്നും മനുഷ്യൻ അങ്ങനെയാണ്. ദൈവം പറയുന്ന കാര്യങ്ങൾ വിശ്വാസത്തിൽ അംഗീകരിക്കുന്നതിന് പകരം മനുഷ്യൻ്റെ സ്വന്തം ബോധ്യതകൾക്കനുസരിച്ച് മനുഷ്യൻ ജീവിക്കുന്നതാണ്. ചില ആളുകൾ അങ്ങനെ പറയാറുണ്ട്, എനിക്ക് ബോധ്യമാകാത്തൊരു കാര്യം ഞാൻ ചെയ്യുകയില്ല, ദൈവമല്ല ആര് പറഞ്ഞാലും ഞാൻ സമ്മതിക്കുകയില്ല. അതാണ് ആദവിൻ്റെ ഹവ്വയിൽ പ്രശ്നമെന്ന് പറയുന്നത്. പാപത്തിൻ്റെ അടിസ്ഥാന പ്രശ്നമാണ്. ആ പ്രശ്നം ഇന്നും മനുഷ്യനിലുണ്ട്. എന്നാൽ ബൈബിൾ എന്ത് പറയുന്നു, ദൈവം എന്ത് പറയുന്നു എന്നറിഞ്ഞ് ദൈവം പറഞ്ഞതാണോ എങ്കിൽ ഞാനത് ചെയ്യും, ചെയ്യരുത് ദൈവം പറഞ്ഞിട്ടുണ്ടോ എങ്കിൽ ഞാൻ ചെയ്യില്ല, പോകരുത് ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പോകുകയില്ല. അങ്ങനെ ജീവിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. പക്ഷേ മനുഷ്യൻ എന്ത് പറ്റി? മനുഷ്യനെ അവിശ്വാസിയായി തീർന്നു. ദൈവത്തിൻ്റെ വചനത്തെ അവിശ്വസിച്ചില്ലെന്ന് മാത്രമല്ല, മറുതലിപ്പിൻ്റെ മനോഭാവക്കാരനായിട്ട് മനുഷ്യൻ തീർന്നു. മറുതലിപ്പിൻ്റെ മനോഭാവക്കാരനായിട്ട് മനുഷ്യൻ തീർന്നു. ദൈവം ചെയ്യരുതെന്ന് പറഞ്ഞവൻ ചെയ്തു. അനുസരണക്കേടും അവിശ്വാസവും മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ മുദ്രയായിട്ട് തീർന്നു. ഇന്ന് വരെയും അങ്ങനെ അവൻ ജീവിക്കുന്നു. പരാജയത്തിൻ്റെ കാരണങ്ങൾ അതുതന്നെയാണ്. ദൈവത്തെ അവിശ്വസിക്കുന്നതും ദൈവത്തോട് മറുതലിച്ച് അനുസരണക്കേട് കാണിക്കുന്നതും അതുതന്നെയാണ് പരാജയമെന്ന് പറയുന്നത്. അതിൻ്റെ ഫലമായിട്ട് എന്താണ്? ദൈവം പറഞ്ഞതുപോലെ തിന്നുന്ന നാളിൽ നീ മരിക്കുമെന്ന് പറഞ്ഞു. മനുഷ്യൻ അങ്ങനെ മരിക്കുവാനിടയായി. ചില ആളുകൾ പറയാറുണ്ട്, അത് ദൈവം പറഞ്ഞത് കളവാണ്, കാരണം ദൈവം ആദം പിന്നെയും 800-ലധികം വർഷങ്ങൾ ജീവിച്ചിരിക്കുവാനായിട്ട് ഇടയായല്ലോ, അപ്പോൾ പിന്നെ ദൈവം ആദം മരിച്ചില്ലല്ലോ. അങ്ങനെയല്ല. മരണമെന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. വിശുദ്ധ ബൈബിൾ മരണത്തിൻ്റെ അത് അർത്ഥമെന്ന് പറയുന്നത് വേർപാടെന്നാണ്. ശരീരത്തിന് മരണം ശരീരവും ആത്മാവും തമ്മിൽ വേർപെടുന്നതാണ്. ഒരു ഭർത്താവിൻ്റെ മരണം ഭർത്താവും ഭാര്യയും തമ്മിൽ വേർപെടുന്നതാണ്. ഒരു അപ്പൻ്റെ മരണം അപ്പനും മക്കളും തമ്മിൽ വേർപെടുന്നതാണ്. മരണമെന്ന് പറഞ്ഞാൽ എപ്പോഴും വേർപാടാണ്. ആത്മീയ മരണമെന്ന് പറയുന്നത് ആത്മാവായ ദൈവവുമായി മനുഷ്യനുള്ള വേർപാടാണ്. ആ ദൈവവുമായുള്ള ബന്ധം നഷ്ടപ്പെട്ട് ദൈവമില്ലാത്തവനായിട്ട് മനുഷ്യൻ തീരുകയാണ് ചെയ്തത്. ദൈവം പറഞ്ഞതും അതാണ്, ആദമേ നീ ഈ പഴം പറിച്ച് തിന്നുന്ന നാളിൽ നീയും ഞാനുമായുള്ള ബന്ധം അവസാനിക്കും. നിനക്ക് എൻ്റെ അടുക്കൽ വരുവാനോ അതെ എന്നോട് കൂട്ടായ്മ അനുഭവിക്കുവാനോ നിനക്ക് കഴിയുകയില്ല. അത് അന്ന് തന്നെ സംഭവിച്ചു. ദൈവത്തിൻ്റെ ശബ്ദം കേട്ട മാത്രയിൽ ആദം ഓടി ഒളിക്കുകയാണ് ചെയ്തത്. വേറൊന്നും അവന് ചെയ്യുവാൻ കഴിയുമായിരുന്നില്ല, കാരണം അവൻ മരിച്ചവനാണ്. എൻ്റെ പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങളോട് പറയാം, ആദം പാപം ചെയ്ത ദിവസം തന്നെ മരണം എന്ന് പറയുന്ന പ്രമാണം അവനിൽ ഓപ്പറേഷനിലായി. ആ പ്രമാണം ആരംഭിക്കാനായിട്ട് തുടങ്ങി. ഞാൻ ഇങ്ങനെയൊരു ദൃഷ്ടാന്തം പറയാറുണ്ട്. ഒരു പുസ്തകത്തിന് 1000 പേജുണ്ട്. ആ പുസ്തകം എന്നും എക്കാലവും ഇരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയൊരു പുസ്തകമാണ്. എന്നാൽ ഒരാളതിൻ്റെ ഒരു പേജ് ഒരു ദിവസം പറിച്ചു കളഞ്ഞു, രണ്ടാം ദിവസം രണ്ടാമത്തെ പേജ് പറിച്ചു. അങ്ങനെ ഓരോ ദിവസവും ഓരോ പേജ് പറിച്ച് 1000 ദിവസം കൊണ്ട് 1000 പേജും തീർന്നു. ഇപ്പോൾ ആ പുസ്തകം ഇല്ലാതെയായി. ഈ പുസ്തകം എന്നാണ് മരിച്ചതെന്ന് ചോദിച്ചാൽ നിങ്ങൾക്കറിയാം. മരണം എന്ന പ്രമാണം ആ പുസ്തകത്തിന്മേൽ വന്നത് 1ാമത്തെ പേജ് പറിച്ചപ്പോഴാണ്. അന്ന് മരണം തുടങ്ങി. അവസാനത്തെ പേജ് പറിച്ചപ്പോൾ മരണം പൂർത്തിയാവുകയാണ് ചെയ്തത്. ആദാമിൻ്റെ ജീവിതത്തിലും അതുതന്നെയാണ്. അവൻ പഴം പറിച്ചു നിന്ന നാളിൽ മരണമെന്ന് പറഞ്ഞ പ്രമാണം അവനിലുണ്ടായി. അവൻ്റെ ശരീരം മരിക്കുമ്പോഴാണ് ശാരീരിക മരണം പൂർത്തിയാകുന്നത്. പക്ഷേ ആത്മീക മരണം 1ാമത്തെ ദിവസം തന്നെ പഴം പറിച്ചു നിന്ന നാളിൽ തന്നെ സംഭവിച്ചു. ഇന്നും മനുഷ്യൻ ദൈവത്തോട് മത്സരിക്കുവാനായി സൃഷ്ടിക്കപ്പെട്ടവനല്ല മനുഷ്യൻ. ദൈവം പറഞ്ഞത് കേട്ട് വിശ്വസിച്ച് അനുസരിച്ച് ജീവിക്കുവാനായിട്ടാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. എൻ്റെ പ്രിയമുള്ളവരെ, ഇന്ന് പകൽക്കാലം ദൈവത്തെ അനുസരിക്കുന്ന ഒരു ദിവസമായിട്ട് ദൈവം നമുക്ക് തരട്ടെ. ഞാൻ ദൈവത്തെ അനുസരിക്കും എന്ന് നമുക്ക് പറയാം. ദൈവം പറഞ്ഞത് ഞാൻ വിശ്വസിക്കും, ദൈവം പറഞ്ഞത് ഞാൻ ചെയ്യും. അങ്ങനെ ജീവിക്കുവാൻ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. നാം കേട്ട തിരുവചന ചിന്ത നമുക്കേവർക്കും അനുഗ്രഹത്തിന് കാരണമായി തീരട്ടെ. പുതിയ ചിന്തയുമായി ഓരോ പ്രഭാതത്തിലും നമുക്ക് അതിനായിട്ട് കാത്തിരിക്കാം. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.